വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ യോസെഫിനെ കുറിച്ച് ഒരു വിശേഷണം നാം കാണുന്നു. യോസെഫ് നീതിമാനായിരുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ആദ്യമായി ഒരാളെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് യോസെഫിനെയാണ്. അതിൻ്റെ കാരണവും അവിടെ തന്നെ നാം കണ്ടെത്തുന്നുണ്ട്. തനിക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായ മറിയ ഗർഭിണിയാണെന്ന അറിവ് യോസെഫിനുണ്ടാകും. ഏതൊരു യുവാവിനും ഇങ്ങനൊരു വാർത്ത തൻ്റെ കാതിൽ കേൾക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വൈകാരികമായ ചിന്തകളുണ്ട്. തൻ്റെ ജീവിതം തകർത്തവളെന്നോ, ഏറെ നാൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് തന്നെ നശിപ്പിച്ചു എന്നോ ഒക്കെ ചിന്തിക്കാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. എന്നാൽ യോസെഫ് ഈ വർത്തമാനം കേട്ടപ്പോൾ തന്നെ വൈകാരികമായി അതിനോട് പ്രതികരിക്കാതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നത്തെ സമൂഹം മറിയയ്ക്ക് നൽകുവാൻ സാധ്യതയുള്ള ശിക്ഷണം എന്താണ്, അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരു സഹോദരി ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവരുടെ മതത്തിൻ്റെ നിയമമനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലും. ഒരുപക്ഷെ യോസെഫ് ശ്രദ്ധിച്ചു കാണും, ഓരോ കല്ലുകളും അവളുടെ ശരീരത്തിൽ വന്ന് പതിക്കുമ്പോൾ അവൾ അനുഭവിക്കേണ്ടി വരുന്ന വേദന. യോസെഫ് ചിന്തിച്ചത്, താനായിട്ട് അവൾക്കൊരു വേദന നൽകാതെ, വേദപുസ്തകം പറയുന്നത് പോലെ തന്നെ അവൾക്ക് ലോകാപവാദം വരുത്താതെ, എങ്ങനെ അവൾ ഏൽക്കേണ്ട ക്രൂരമായ പീഡനത്തിൽ നിന്നും അവളെ രക്ഷിക്കുവാൻ കഴിയുമെന്നതാണ്. നീതിമാൻ എന്ന മലയാള പദത്തിന് ഒത്തിരി നിർവചനങ്ങളുണ്ട്. അതിലൊന്ന്, ഒരാൾക്ക് അർഹതപ്പെട്ടത് ആരുടെയും നിർബന്ധമില്ലാതെ അദ്ദേഹത്തിന് മാത്രം കൊടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മനസാക്ഷിയുടെ സ്ഥിതിവിശേഷമാണ് നീതി എന്നുള്ളത്. യോസെഫ് ചിന്തിച്ചു, മറിയയെ ആ ക്രൂരമായ കല്ലേറിൽ നിന്നും മതസംവിധാനം നൽകുന്ന ശിക്ഷണത്തിൽ നിന്നും എങ്ങനെയാണ് എനിക്ക് രക്ഷിക്കുവാൻ കഴിയുന്നത്? എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുവാൻ കഴിയും? യോസെഫ് ചെയ്തത്, അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, അവിടെ നിന്ന് നാടുവിടുക. ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ആരും അറിയാതിരിക്കുക. ഒരുപക്ഷെ യോസെഫ് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ഒരു വർത്തമാനം നാട്ടിൽ പരന്നു കഴിഞ്ഞാൽ വലിയ ക്രൂരമായ പീഡനത്തിൽ നിന്നും മറിയയ്ക്ക് രക്ഷപ്പെടുവാൻ പറ്റും. ഈ സന്ദർഭത്തിൽ തൻ്റെ ജീവിതം തകർത്തു എന്ന് വിലയിരുത്തുവാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയോട് യോസെഫിൻ്റെ മനോഭാവം, ഞാനായിട്ട് അവൾക്കൊരു വേദന വരുത്തുകയില്ല എന്നുള്ളതായിരുന്നു. ഞാനായിട്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ ശ്രമിക്കുകയില്ല എന്നുള്ളതായിരുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പഴിക്കുവാനും മറ്റുള്ളവർക്ക് ലോക അപവാദം വരുത്തുവാനും മത്സരിച്ച് പോരാടുന്ന ഒരു കാലഘട്ടത്തിലും ഒരു ലോകത്തിലുമാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമുക്കൊരു തീരുമാനമെടുക്കാം, ഞാനായിട്ട് ആർക്കും ഒരു വേദന നൽകുകയില്ല. ഞാനായിട്ട് ആരുടെയും സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അവനെ നീതിമാൻ എന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്. നീതിയുടെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ചപ്പോഴാണ് അന്ന് രാത്രി ദൈവദൂതൻ അവന് പ്രത്യക്ഷനായി. യോസെഫിനോട് പറയുകയാണ്, മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ ഭയപ്പെടേണ്ട. അവളിൽ ഒരു ശിശു ഉൽപ്പാദിതമായിരിക്കുന്നു, അത് പരിശുദ്ധാത്മാവിനാലാണ്. ആർക്കും വേദന നൽകുവാനോ ആർക്കും അപമാനം നമ്മൾ മൂലം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഏതൊരുവന് വേണ്ടിയും പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൂതൻ അന്നും ഇന്നുമുണ്ട്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.